ഇവിടെ പല മഹാന്മാരും അവർ ജീവിച്ചിരിക്കുമ്പോൾ മഹാന്മാരല്ലാണ്ടായി മാറുകയും അതേപോലെ ഒരു മരിച്ച ശേഷം അവരെഴുതിയ പല വരികളും അതേപോലെ അവർ പറഞ്ഞ പല ഡയലോഗുകളും കേട്ട് കോൾമേർ കൊള്ളുകയും ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അത് ഞാനും നീയും ഒക്കെ അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചെങ്കിൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആസ് എ യൂട്യൂബർ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും, നമ്മളെ സബ്സ്ക്രൈബറും നമ്മളെ വ്യൂ ചെയ്യുന്ന ആളും നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ആളും ഒരിക്കലും നമ്മളെ ആദ്യം നേരിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കില്ല. അനുഭവം കൊണ്ടാണ് പറയുന്നത്. നമ്മളെ സുഹൃത്തുക്കളോ നമ്മളെ അയൽക്കാരോ അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാരോ അംഗീകരിക്കുന്നതിന് മുൻപേ നമ്മൾ അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മൾ അംഗീകരിക്കുക. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, അസൂയ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പാട്ടുകാരനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ള ആളാണെങ്കിൽ കൂടി അയാളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ കൂടെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു മടിയുണ്ടാവും. അത് ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയുന്നതുകൊണ്ട് തന്നെ അത് ഇവനല്ലേ ചെയ്യുന്നത്, ഓക്കെ ഇവര് നമ്മളെക്കുറിച്ചൊരു മുൻവിധി നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഉണ്ടാവും. അപ്പൊ ഇവനിത്ര ചെയ്യുള്ളൂ എന്നൊരു ചിന്ത. പക്ഷെ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്ത, നമ്മൾ ആരാണ് എന്ന് പോലും അറിയാത്ത, നമ്മളെപ്പോലെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാർക്കായിരിക്കും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ വീഡിയോസ് കാണുകയും. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളായിരിക്കും ചിലപ്പോൾ എന്നെ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ടാവുക. നേരെ വെച്ചാൽ സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടോളണമെന്നില്ല.